എടാ ഗോവിന്ദ, നീ 15-ാം നമ്പർ റൂം ക്ലീൻ ചെയ്താ? എടാ, ഈ മുറിയിലെ കട്ടിലെടുത്ത് 15-ാം നമ്പർ മുറിയിലിട്ടിട്ട് അവിടത്തെ കട്ടിലെടുത്ത് ഇവിടെ ഇടാനല്ലേ മൊലാളി പറഞ്ഞത്? അതെ. എന്നാ പിടിച്ചോ. പിടിക്കാം. നിങ്ങളായിരുന്ന പോക്കിരിത്തരം കാണിക്കുന്നു. മനുഷ്യന്റെ ചങ്ക് പറഞ്ഞ പോലെ പണിയെ പോലെ കാണിച്ച് മതി തൊലിക്കൽ നിർത്തിയിട്ട് കാര്യം പറ. എന്താ സംഭവം? എന്തായി? ഒന്നും ആകാനില്ല. മാൻ മിസ്സിംഗ് കളി അവസാനിക്കുന്നു, നീ പുറത്തിറങ്ങുന്നു. അതെന്താ? നിന്നെ പുറത്തു കൊണ്ടുവരാൻ മിനി വന്ന് റിക്വസ്റ്റ് ചെയ്തു. അപ്പൊ ഈയോടെ സസ്പെൻഷനോ? അതിന് വേണ്ട. മിനി വന്ന് അപേക്ഷിച്ചു കഴിഞ്ഞാൽ അതിനപ്പുറം ഒന്നുമില്ല. അത് പൊനാങ്കി പോയി പറഞ്ഞാ മതി. ആ ഈയോക്ക് സസ്പെൻഷൻ കിട്ടാതെ ഞാൻ ഇവിടെ ഇറങ്ങുന്ന പ്രശ്നമേ ഇല്ല. അതല്ലടാ, സസ്പെൻഷൻ ആയ എനിക്ക് മിനിയുടെ മുഖത്ത് നോക്കാനേ പറ്റില്ല. സസ്പെൻഷൻ ആകുന്നില്ലെങ്കിൽ നാളെ മുതൽ മിനി എന്റേതാ. ഒന്ന് പോടാവൂവേ. ആ പെണ്ണ് വന്ന് 2 പുന്നാര വാക്ക് പറഞ്ഞപ്പോ നീ അങ്ങ് മാറിപ്പോയോ? എടാ, പെണ്ണുങ്ങളെ വിശ്വസിക്കരുത്, അവര് പറ്റിക്കും. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും അയ്യോ ഒന്ന് സസ്പെൻഡ് ചെയ്യിക്കണം. നമുക്ക് എത്ര ഇടിയാടാ കിട്ടിയത്? മിനി എനിക്ക് കിട്ടാനായി എന്തും ചെയ്യാമെന്ന് വാക്ക് തന്നതാ നീ. ഇപ്പൊ ഞാൻ പറയുന്ന പോലെ ചെയ്താ നാളെ മുതൽ മിനി എന്റേതാ. ഉറപ്പാണോ നിനക്ക്? ഉറപ്പാ. 100%? 100%. എന്നാ വാക്ക്? വാക്ക്. മിനിയെ നിനക്ക് കിട്ടുമല്ലോ? കിട്ടും. എന്നാ റെഡി? അവന്റെ തന്തയാണെങ്കിൽ പരാതിയും പിൻവലിച്ച് മാപ്പ് പറഞ്ഞ് എന്റെ പിന്നാലെ നടക്കുകയാണ്. ഇൻസ്പെക്ടർ ഈ ആരാണെന്ന് അവർക്ക് പിടികിട്ടി. ഏതായാലും 2 ദിവസത്തെ ഉറക്കം പോയി. ലമ്പച്ചി, ഓ, ഉറക്കം നിന്റേതേ പോയുള്ളൂ. ഈ ചെറിയ കാര്യത്തിന് ഇവിടെ ആരുടെ ഉറക്കമൊന്നും പോയില്ല. പൊണ്ണത്തടിയനാണെങ്കിലും നീ ഒരു പേടിച്ചൂറിയായി പോയല്ലേ എന്റെ അയ്യോ. എന്റെ ഷോളിങ് തന്നെ പേടിച്ചൂടെ ഷോൾ അമ്മച്ചിട്ടുണ്ടാ? താടക്കും നിന്റെ ഷാള് നിന്റെ കെട്ടിയോ കൊണ്ടുകൊടു. പേടിച്ചു തൂറി. ഓ, ചെവി കേക്കണ്ട. കൊണ്ടുപോ പിള്ളേരെ എവിടുന്ന്. എന്റെ സാധനങ്ങളൊക്കെ